നമസ്കാരം. KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗവും AICC അംഗവുമൊക്കെയായ ചെറിയാൻ ഫിലിപ്പ് ഇന്നലെ സമൂഹ മാധ്യമത്തിലൂടെ ഒരു തുറന്നെഴുത്തു നടത്തിയിരുന്നു. പലരും പറയാൻ മടിക്കുന്ന, ഭയക്കുന്ന ഒന്നാണ് നിർഭയം ചെറിയാൻ ഫിലിപ്പ് തുറന്നെഴുതിയത്. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ പറയുന്നവനെ വർഗീയവാദിയാക്കും, അല്ലെങ്കിൽ സംഖ്യയാക്കും. ഈ പറയുന്നവൻ നേരിടേണ്ടി വരുന്ന ക്രൂരമായ സൈബർ ആക്രമണം വേറൊരു വശത്ത്. ആദ്യം അദ്ദേഹത്തിന്റെ കുറിപ്പിലേക്ക് പോകാം. ആ കുറിപ്പ് ഇങ്ങനെയാണ്: SFIയെ മതഭീകരർ കീഴടക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് ആ കുറിപ്പിന്റെ തുടക്കം. കേരളത്തിലുടനീളം SFI, DYFI എന്നീ സംഘടനകളെ ഹിംസാത്മകമായ ക്രൂരത പുലർത്തുന്ന മതഭീകരർ കീഴടക്കുകയാണ്. സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ SFIക്കാർ മതഭീകരരുടെ കിരാത സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. ആദ്യം മാവോയിസ്റ്റുകളായി മാറിയ മതതീവ്രവാദികൾ രാഷ്ട്രീയ സംരക്ഷണത്തിനും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടിയാണ് CPM സംഘടനകളിൽ കടന്നുപറ്റിയത്. CPM സഹയാത്രികരിൽ പലരും മത തീവ്രവാദ സംഘടനകളുടെ പ്രതിനിധികളാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അമ്പലം, മോസ്ക്, പള്ളി എന്നിവയുടെ കമ്മിറ്റികളിലും മത സാമുദായിക സംഘടനകളിലും നുഴഞ്ഞുകയറുക എന്ന CPM അടവു നയത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ്യത നഷ്ടപ്പെട്ട CPMൽ നിന്നും അണികൾ വൻതോതിൽ മത തീവ്രവാദ സംഘടനകളിലേക്ക് ഒഴുകുകയാണ്. കമ്മ്യൂണിസം തകർന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രക്തരൂക്ഷിത വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന ഭീകര സ്വഭാവമുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകൾ മതഭീകര സംഘടനകളിലാണ് അഭയം തേടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഈ പറഞ്ഞത് മുഴുവൻ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കമാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്തും. ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ പോലും ഉള്ളിൽ വിഷം കുത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് സിദ്ധാർത്ഥിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു മനുഷ്യന് തൻ്റെ സഹജീവികളോടെന്ന് മാത്രമല്ല ജീവനുള്ള ഒന്നിനോടും ചെയ്യാൻ കഴിയാത്തത്ര കൊടും ക്രൂരതയാണ് സിദ്ധാർത്ഥിനോട് സഹപാഠികൾ കാട്ടിയത്. 3 ദിവസമാണ് അവന് ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ കുറെ നരാധമന്മാർ കൊല ചെയ്തത്. ലോകത്ത് കൊലപാതകങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് ഓരോ ദിവസവും. പക്ഷേ ISന്റെയും ഹമാസിന്റെയും രീതിയിലുള്ള ക്രൂരമായ കൊലപാതകം കേരളത്തിൽ ഒരുപക്ഷെ രാജ്യത്തു തന്നെ നടന്നിട്ടുണ്ടാകില്ല. 2 കൈയും കാലും തല്ലിയൊടിക്കും, പട്ടിയെ കൊല്ലുന്നത് പോലെ നിന്നെ തീർക്കും, വിയ്യൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുര കിടന്നാലും ഞങ്ങൾക്കിത് പുല്ലാണ്. പരസ്യമായി ഈ കൊലവിളി പ്രസംഗം നടത്തിയത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കാണ്. ചാലക്കുടി SI അഫ്സലിനെയാണ് ഹസൻ മുബാറക്ക് ഭീഷണിപ്പെടുത്തിയത്, അതും പരസ്യമായി. ഈ ഹസൻ മുബാറക്കിന്റെ ശരീരഭാഷയിലും വർത്തമാന ഭാഷയിലും താൻ ആരാണെന്ന് ഹസൻ മുബാറക്ക് തന്നെ പറയാതെ പറയുന്നുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ കാര്യം തന്നെ നോക്കൂ. ഈ കലോത്സവത്തിന് ചാർത്തിക്കൊടുത്തിരിക്കുന്ന പേര് ഇൻതിഫാദ എന്നാണ്. വിവാദമായപ്പോൾ ഈ പേര് മാറ്റാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. എങ്കിലും കോളേജ് യൂണിയൻ നേതാക്കൾ അതിന് തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ്. ആലപ്പുഴയിൽ BJP നേതാവായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ രീതി നോക്കൂ. സ്വന്തം പെറ്റമ്മയുടെയും സഹോദരന്റെയും ഭാര്യയുടെയും പെൺമക്കളുടെയും മുന്നിലിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ തലയ്ക്കടിച്ച് താഴെയിട്ട് അതിക്രൂരമായി വെട്ടിക്കൊന്നത്. ഒരു കൊലയാളിയും ചെയ്യാത്ത കൊടും ക്രൂരത ചെയ്തത് SDPIക്കാരനാണ് എന്നത് ശരി തന്നെ. എറണാകുളം മഹാരാജാസ് കോളേജിൽ കത്തിമുനയിൽ ഒടുങ്ങിത്തീർന്ന സഖാവ് അഭിമന്യുവിന്റെ കൊലയാളി ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവന് സർക്കാർ സ്ഥാപനമായ കിലയിൽ ജോലി നൽകി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ. നിരോധിക്കപ്പെട്ട നിരവധി അംഗങ്ങളുള്ള ഒരു തീവ്രവാദ സംഘടന ഏകദേശം 1 കൊല്ലം മുൻപ് വരെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തകർ എവിടെ പോയി? അവർ പ്രവർത്തനം മതിയാക്കിയോ? ഇല്ല. അവരിൽ പലരും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറി. കാരണം ചെറിയാൻ ഫിലിപ്പ തൻ്റെ കുറിപ്പിൽ പറഞ്ഞതു തന്നെയാണ്. രാഷ്ട്രീയ സംരക്ഷണത്തിനും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി അവരിൽ പലരും CPM എന്ന സുരക്ഷിതമായ താവളത്തിലേക്ക് കടന്നുകയറി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ തുറന്നു പറയാൻ ഭയമാണ്. എന്തായാലും ചെറിയാൻ ഫിലിപ്പിന്റെ ഈ തുറന്നു പറച്ചിൽ കൊണ്ടെങ്കിലും ചിലരുടെ കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കാം.